ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഉച്ചയൂണൊക്കെ കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പം വല്ലാത്തൊരാഗ്രഹം മനസ്സിൽ. ഒരു കൊച്ചുള്ളിയൊക്കെ കൂട്ടി ഒരു ചമ്മന്തി കൂട്ടിയാലോ എന്ന്. പിന്നൊന്നും നോക്കിയില്ല, ആഗ്രഹമല്ലേ, അങ്ങ് ഉണ്ടാക്കി തുടങ്ങി. അതിനായിട്ട് ഞാൻ എടുത്തത് കൊച്ചുള്ളിയും വറ്റൽമുളകും, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുളിയും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആവും കേട്ടോ. ഇത് പണ്ട് കാരണവന്മാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ്, പക്ഷെ കൂട്ടിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഞാൻ എൻ്റെ റെസിപ്പിയിൽ അങ്ങ് കൂട്ടി തയ്യാറാക്കിയത്. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ഈ ഒരു ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് തിന്നുന്ന ഒരു സ്വാദുണ്ടല്ലോ, എത്ര വലിയ കറികൾ ഉണ്ടായാലും അതിനൊന്നും കിട്ടില്ല. പിന്നെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ ഒരു ചമ്മന്തി ഞെവിടിയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ റെഡിയാക്കാമെന്ന്. അത് ഈ ചമ്മന്തിയൊക്കെ പറ്റി തന്നെ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഈ കേരളത്തിലാണ് ഇങ്ങനെ പലതരം ചമ്മന്തികളുള്ളത്. തേങ്ങ അരച്ച ചമ്മന്തി, മാങ്ങ വെച്ച ചമ്മന്തി, കൊച്ചുള്ളി മാത്രം വെച്ചിട്ട് ചമ്മന്തി, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ചമ്മന്തികളാണല്ലേ മനുഷ്യർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഓരോന്നിനും പല പല ടേസ്റ്റുകളാണ്. അങ്ങനെ എൻ്റെ ചമ്മന്തിക്കും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ചോറ്, സാമ്പാർ, ചക്കക്കുരു തോരൻ, മീൻകറി, പിന്നെ എൻ്റെ കൊച്ചുള്ളി വെച്ചുള്ള ചമ്മന്തി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചമ്മന്തിക്ക്. കുറച്ച് എരിവ് കൂടിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ ചമ്മന്തിയൊക്കെ കൂട്ടി ആസ്വദിച്ച് ചോറ് കഴിക്കുന്ന ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ചമ്മന്തിയാണെങ്കിലേ പണ്ടുള്ളവർ കല്ലിലൊക്കെ അരച്ചിട്ട് ആ കല്ലിൽ വെച്ച് ചോറ് കഴിക്കും. പിന്നെ ആ കല്ല് കഴുകി ആ വെള്ളം നമുക്ക് പഴങ്കഞ്ഞിയായിട്ടൊക്കെ കുടിക്കും. അപ്പം അതിൻ്റെയൊക്കെ ഫീലിംഗ് ദൈവമേ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഉള്ളത് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങ് ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഓക്കെ, ബാ.